ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ യു കെയിലേക്കുള്ള നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയാണ് ഒരു വീഡിയോ ആണ്. അതിൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു ഇമ്പാക്റ്റ് അല്ല, ഒരു മോശം ഇമ്പാക്റ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലേക്കുള്ള നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. NHSൽ നേഴ്സായിട്ട് ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. കാരണം നിങ്ങളുടെ ലൈഫ് പിന്നീട് സെറ്റിലാണ് ഇവിടെ. അതായത് വെച്ചാൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, ഡിപ്പെൻഡൻസി ഉണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ്, കുട്ടികളെ എല്ലാവരും ഇവിടെ കൊണ്ടുവരാം, എല്ലാവർക്കും നല്ല ഫ്യൂച്ചറ് കാര്യങ്ങൾ, PR 5 വർഷം കഴിയുമ്പോൾ ഷുവറായിട്ടും കിട്ടും. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ സെറ്റിലാവുന്ന ഒരു സംഭവമാണ് ഈ NHS നേഴ്സ് ആയിട്ട് യു കെയിൽ എത്തുക എന്നുള്ളൊരു സംഭവം. നേഴ്സുമാരായിട്ടുള്ള നമ്മുടെ മലയാളികളും നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരും എല്ലാവരുടെയും ഇന്ത്യക്കാരാണ് കൂടുതലൂടെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്താ ആഫ്രിക്ക എന്നുള്ള ആൾക്കാർ, ഇന്ത്യ എന്നുള്ള ആൾക്കാരൊക്കെയാണ് നേഴ്സുമാരായിട്ടൂടെ കൂടുതൽ യു കെയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നമാണ് യു കെയിൽ ഒരു നേഴ്സായിട്ട് വരിക എന്നുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ചെറിയ ബുദ്ധിമുട്ടുകളും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് എല്ലാ രീതിയിലും യു കെയിലേക്ക് കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാം. അതായത് സ്റ്റുഡൻറ്റ് റൂട്ടിൽ അവരെന്താ പറയുക, ഇപ്പോൾ സ്റ്റുഡൻറ്റിലെ ഡിപ്പെൻഡൻസിനെ എടുത്ത് മാറ്റി, അതുകൂടാണ്ട് തന്നെ എന്താ പറയുക PSWയിൽ റിവ്യൂയിങ് കൊണ്ടിരുന്നു. അങ്ങനെ പല രീതിയിൽ കെയർ വിസയുടെ രീതിയിലുള്ള എന്താ പറയുക സാലറി ത്രെഷോൾഡ് കൂട്ടുന്നു. അതുകൂടാണ്ട് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാലറി ത്രെഷോൾഡ് കൂട്ടുന്നു. അതായത് എല്ലാ രീതിയിലും എങ്ങനെയൊക്കെ മൈഗ്രേഷൻ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് NHSൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ NHSൽ നിലവിലുള്ള നേഴ്സുമാർക്ക് എത്ര വേണമെങ്കിലും എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കാൻ പറ്റും എന്നുള്ള നിയമം തിരികെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് പുതിയതായിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാതെ നിലവിലുള്ള സ്റ്റാഫിന് കൂടുതൽ അവേഴ്സ് കൊടുത്തുകൊണ്ട് പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സുമാരെ സംബന്ധിച്ച് ഇതൊരു മോശമായ കാര്യമാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മെയിൻ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ ഡിപ്പെൻഡൻസ് ആയിട്ട് വരും. അതൊരു ഡിപ്പെൻഡൻ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 2 സ്റ്റുഡൻറ്റിനെ പണി പോകും ഒരു നോർമൽ സ്ട്രെച്ചിൽ. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡൻസ് പല രീതിയിൽ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് എന്നും നല്ലൊരു ഇമ്പാക്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു NHS നേഴ്സിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൊരു 40 hours ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയുക 10 പേര് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 സ്റ്റുഡൻസിൻ്റെ പണി പോകും. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വന്നേക്കുന്നവർക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസാണ് ഇതിൻ്റെ അകത്തുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത്. ഞാനിപ്പോൾ വീടിൻ്റെ അപ്പുറത്തെ ലൈനിൽ കൂടി ഇങ്ങനെ നടന്ന് വരുവാണ്. അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരു ഡോർ അടയ്ക്കുന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നതാണ്. പിന്നെ അങ്ങനെ ക്യാമറ ഇങ്ങനെ മാറ്റി പിടിക്കുന്നുണ്ട് ഓരോ ആൾക്കാർ നോക്കുമ്പോൾ ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ അപ്പോൾ സ്റ്റുഡൻസിന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ നേഴ്സുമാർ നടത്താൻ ബ്ലോഗിങ് ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സുമാരുടെ ഒരു ഇമ്പാക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഇവിടെ നിലവിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 2 വർഷം PSW കൊണ്ട് വന്നതിൻ്റെ ഇരട്ടി കാശ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി വരാനുള്ളവരും 21ാമത്തെ വയസ്സിലൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് യു കെയിലേക്ക് കയറി വരാൻ നിൽക്കുന്ന ആൾക്കാർക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ്. കാരണം വെച്ചാൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വരുന്നുള്ളവന് വന്ന് പൈസ ഉണ്ടാക്കിയിട്ടാവും ബുദ്ധി ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ യു കെ ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ 2023 യു കെ നല്ലൊരു ഓപ്ഷൻ തന്നെ ആണ്.